തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നണികൾക്ക് മുന്നറിയിപ്പുമായി കത്തോലിക്ക സഭ. ക്രൈസ്തവ ഭാഗത്തിന് ശക്തിയില്ല എന്നാരും വിചാരിക്കരുതെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീൽ. തങ്ങളെ അവഗണിക്കുന്നവർ ഒരുമിച്ച് നിന്ന് തോൽപ്പിക്കുമെന്നാണ് മുന്നറിയിപ്പ്. വന നിയമം പിൻവലിച്ചതിൽ CPIM-നെയും മുഖ്യമന്ത്രിയെയും സഭ അഭിനന്ദിച്ചു. ക്രൈസ്തവ സമുദായത്തെ അധികാരമുള്ള നാടുകളിൽ അവഗണിച്ചവരെ തീർച്ചയായും ഞങ്ങളും അവഗണിക്കും. ഞങ്ങളൊരു ന്യൂനപക്ഷമാണ്. പക്ഷേ അതുകൊണ്ട് ഈ ക്രൈസ്തവർക്ക് ശക്തിയില്ല എന്ന് ആരും വിചാരിക്കേണ്ടതല്ല. ഇനി മുതൽ ക്രൈസ്തവ സമുദായത്തെ അവഗണിച്ച് മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് പോയാൽ അവരോട് വളരെ കർശനമായ നിശ്ചിതമായ നിലപാടുകൾ എടുക്കുവാൻ ക്രൈസ്തവ സമൂഹവും നിർബന്ധിതരായിത്തീരും എന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ജനദ്രോഹപരമായ വന നിയമ ഭേദഗതി തള്ളിക്കളഞ്ഞതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീകാന്ത് പിന്നെയും ഗുഡ് മോർണിംഗ്. ഫാദർ ഫിലിപ്പ് കവീൽ ഈ സമയത്ത് ഇപ്പോൾ അത് പറയുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? ഹാഷ്മി, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു നേതൃയോഗം കൊച്ചിയിൽ നടന്നിരുന്നു. ആ നേതൃയോഗത്തിൽ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്തു. അപ്പോഴാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കാര്യം കടന്നു വന്നത്. അതിൽ ഇപ്പോൾ സഭ എടുത്തിരിക്കുന്ന നിലപാട് ഇപ്രകാരമാണ്. മുന്നണികൾക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. ക്രൈസ്തവ വിഭാഗത്തിന് ശക്തിയില്ല എന്നാരും വിചാരിക്കരുതെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീൽ പറയുന്നു. തങ്ങളെ അവഗണിക്കുന്നവരെ ഒരുമിച്ച് നിന്ന് തോൽപ്പിക്കും എന്ന മുന്നറിയിപ്പാണ് അവർ നൽകുന്നത്. ക്രൈസ്തവ സമുദായത്തെ UDF അവഗണിക്കുന്നു എന്നവർ പറയുന്നു. നിലപാട് തുടർന്നാൽ UDF ദുഃഖിക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം നൽകുന്ന മുന്നറിയിപ്പ്. ക്രൈസ്തവ നേതാക്കളെ UDF തഴയുന്നതിലും അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. വന നിയമം ആ ഭേദഗതി കൊണ്ടുവരാനുള്ള നീക്കത്തിൽ നിന്നും പിന്മാറിയ മുഖ്യമന്ത്രിയെയും CPIM-നെയും പക്ഷേ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അപ്പോഴും ഈ വനമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും വന്നത് RSS മേധാവിക്കെതിരായ ഒരു വിമർശനം കൂടി നടത്തിയിട്ടുണ്ട്. അദ്ദേഹം നിലവിലിപ്പോൾ RSS മേധാവി കേരളത്തിലുണ്ടല്ലോ. RSS മേധാവി ക്രൈസ്തവ സമൂഹം നടത്തുന്ന സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ തങ്ങളുടെ സ്ഥാപനങ്ങൾ സന്ദർശിക്കാൻ ക്ഷണിച്ചിരിക്കുകയാണ്. വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തരുത് എന്നാണ് ഫാദർ ഫിലിപ്പ് കവീൽ പറയുന്നത്. എന്തായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് സഭ തയ്യാറെടുത്തിരിക്കുന്നു. സഭയ്ക്ക് ചില കണക്കുകൂട്ടലുകൾ ഇക്കാര്യത്തിലുണ്ട് എന്നാണ് ഹാഷ്മി വ്യക്തമാകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഡിമാൻഡുകൾ, അത്തരത്തിലുള്ള ഞങ്ങൾ ശക്തരാണ് തുടങ്ങിയ കാര്യങ്ങൾ കുറച്ചുകൂടി ഫ്രീക്വൻ്റായി വരാൻ പോകുന്ന രാഷ്ട്രീയ വർഷം കൂടിയാണ് കേട്ടോ.